ഇപ്പം ഞാൻ നിൽക്കുന്നത് പൂനെയിലാണ് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് നിൽക്കുന്നത്. പൂനെയിൽ ഞാൻ റൂം എടുത്തിരിക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ റൂമിന് 1200 രൂപയായിരുന്നു ചാർജ്. ഇവിടെ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ. ഒരു 700, 600 ആ റേഞ്ചിനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും തീരെ കൊള്ളാത്ത വളരെ മോശമായിട്ടുള്ള റൂമുകളാണ്. അങ്ങനെ ഞാൻ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒരുപാട് അലഞ്ഞിട്ടായി ഈ ഒരു റൂം കിട്ടിയത്. ഇവിടെ 1800, 2000 രൂപയൊക്കെ സിംഗിൾ റൂമിനൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അത് മറന്നുപോകും. ഇന്നലെ ഞാൻ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വന്നപ്പോഴേ അവിടെ ആയിട്ട് കുറച്ചധികം ബായിമാർ നീളത്തിൽ ക്യൂ നിൽക്കുന്നത്. അത് ക്യൂ നിൽക്കുന്നതെന്ന് വെച്ചാൽ ക്യൂ നിർത്തിയിരിക്കുവാണ്. പോലീസുകാരെ, RPFകാർ അവരെ ക്യൂ നിർത്തിയിരിക്കുവാണ്. ട്രെയിനിലോട്ട് ഇടിച്ച് കയറി അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ക്യൂ നിർത്തിയിരിക്കുവാണ്. അത് ഞാൻ വേറൊരു റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അതാണ് ഞാൻ വീഡിയോയിൽ അങ്ങ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ അയക്കാൻ ഞാൻ അത് മറന്നുപോയി. അങ്ങനെ ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് ഇവിടെ ലക്ഷ്മി റോഡ് എന്നൊക്കെ പറഞ്ഞ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും രാവിലെ 9:30 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോഴേ പുറത്തോട്ട് പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും ഈ കാണുന്നതാണ് റൂം. ഇന്നലെ രാത്രി തുണിയെല്ലാം കഴുകി ഇട്ടിരിക്കുവാണ്. ഫാനിൻ്റെ കാറ്റിട്ടെ ഉണക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ എന്നാലും നല്ലപോലെ ഉണങ്ങിയിട്ടൊന്നുമില്ല. വെയിൽ കൊള്ളിച്ചൊന്നും കൂടെ ഉണക്കണം. ഇവിടെ ബാൽക്കണിയുടെ ഇവിടെ വിരിച്ചിടാം. ഞാൻ ഒരെണ്ണം ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. കാറ്റടിച്ച് ഒരുവിധം ഉണങ്ങി കിടക്കുവാണോ, ഇത് ഉണങ്ങി. അപ്പോഴെന്തായാലും നമുക്ക് താഴോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ എല്ലാവരും ഓഫീസിലൊക്കെ പോവുകയാണ്. ഇത് വേണ്ടില്ലേ താഴെയായിട്ട് ഇൻഷേർട്ടൊക്കെ ചെയ്ത് നടന്ന് പോകുന്നത്. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ഡ്യൂട്ടി ടൈമാണ്. എല്ലാവരും അർജൻറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. അങ്ങനെ ഞാൻ റൂമിന് പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇതൊരു ബാസ്കറ്റ് കോർട്ടാണ്. ബാസ്കറ്റ് ബോൾ കോർട്ടിൽ സാധാരണ ഒരു ഫ്ലോറൊക്കെ ചെയ്തിരിക്കുന്നതായിരിക്കുമല്ലോ. ഇവിടെ സാധാ തറയാണ്. ജസ്റ്റ് കോർട്ട് മാത്രമേ ഉള്ളൂ, കളിയൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതുവഴി കൂടെ അങ്ങോട്ട് പോകാം. ഇതാ ഓട്ടോയൊക്കെ നോക്കേ. ഇവിടുത്തെ ഓട്ടോയ്ക്ക് കുറച്ച് പൊക്കം കുറവും നീളം കൂടുതലുമാണ്. ഇതാ ഇവിടെ ആയിട്ട് ഓട്ടോ വർക്ക്ഷോപ്പാണ്. ഇതാ ഇവിടെ ആയിട്ട് രാവിലെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ഐറ്റംസ് കഴിക്കുവാണ്. ഇത് ഇവിടെ ആയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട്, ശബരി പ്യൂർ വെജ്. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ദേഖോ ഏക്ക് തപാൽ ബോക്സ് ഹേ. കൊള്ളാം അല്ലേ? നല്ല വീതിയുള്ള തപാൽ ബോക്സ്. ഒരു താറമ്പാട്ടയുടെ വലിപ്പമുണ്ട്. കൊള്ളാം. ഇവിടെ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന എവിടെയാണെന്ന്. അപ്പോൾ അവർ പറയുന്നത് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ ആ ഒരു വൈബ് ഒക്കെ അറിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത്രേ ഉള്ളൂ. ഇതാ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാർ എന്തോ കഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്താ സംഭവം എന്നറിയാൻ വയ്യ. ബ്രെഡ് ബഡ്ഡീസോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. എന്തായാലും നമുക്ക് അതൊരെണ്ണമായി കഴിക്കാമെങ്കിൽ. ഓക്കെ, അങ്ങനെ നമുക്കൊരു ബ്രെഡ് ബഡ്ഡിയോ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുളക് വെച്ചിട്ടുണ്ട്. 1-2 മുളകുണ്ട്. സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്നി ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ സമൂസ വാങ്ങുമ്പോഴേ ഈ ഒരു മുളകും കൂടെ തരും, ഉപ്പുള്ള മുളക്. എന്തായാലും നമുക്ക് കഴിക്കാം. എന്തായാലും ഒരു അടഞ്ഞു കിടക്കുന്ന ഷട്ടറിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നല്ല ചൂടുണ്ട്. കൊള്ളാം. എന്ത് ടേസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എരിവ് തോനെയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് എരിവൊന്നുമില്ല. നമ്മുടെ പഫ്സൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ഫീലിൽ കഴിക്കാം. ബ്രെഡിനകത്ത് എന്തോ ചെയ്തിരിക്കുന്നതാണ്. എന്നാലും ആ മുളകും കൂടെ വെച്ചൊന്ന് കടിച്ചു നോക്കാം. വേണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സമൂസയും കൂടെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സീറ്റ് പോയോ? സമൂസക്കകത്ത് നോക്കേ, ഗ്രീൻ പീസ് എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കൊള്ളാമെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ സമൂസയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ. അങ്ങനെ ഞാൻ ആ സമൂസയും ആ ബ്രെഡ് വെച്ചുള്ള സംഭവം 2 വാങ്ങി. ടോട്ടൽ 45 രൂപയായുള്ളൂ. സാറ്റിസ്ഫൈഡ്. എവിടെയായിട്ട് നോക്കേ, ഒരു രഥം. ഒരുപാട് പഴയതൊന്നുമല്ല, ഇത് ഈ ഇടയ്ക്ക് ചെയ്തതാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഇനി എവിടെന്നെങ്കിലും ഒരു ചായ കുടിക്കണം. ഞാൻ ആ കഴിച്ച സ്ഥലത്ത് ചായ ഇല്ലായിരുന്നു.
കുഴപ്പമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ചായ കുടിക്കാം. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് 12 മണിക്കാണ് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. കുറച്ച് നേരം റൂമിലൊക്കെ പോയി റെസ്റ്റ് ചെയ്ത് ഫോണൊക്കെ നോക്കി ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് 12 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് എൻ്റെ ചെറിയൊരു പ്ലാൻ. അപ്പോഴെന്തായാലും നമുക്ക് ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സൗകര്യം ഇവിടെ നോക്കാം. ഇതാ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ, ഇവിടെ വടയും ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അത് മിസ് ചെയ്തല്ലോ, കഴിച്ചതിന് ശേഷം അത് കണ്ടത്. നോക്കേ, നല്ല അടിപൊളി വടയും അങ്ങനത്തെ ഐറ്റംസും എല്ലാം ഉണ്ട്. ഈ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ നോക്കേ, ഷർട്ടൊക്കെ കഴുകിയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇത് കൊള്ളാമല്ലോ, തല തിരിച്ച് കഴുകിയിട്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും അപ്പം ശരിക്കും ഷർട്ട് കഴുകി ഇടാനുള്ളത്. ആ ടീഷർട്ടൊക്കെ കണ്ടില്ലേ, തല തിരിച്ച് കഴുകിയിട്ടിരിക്കുന്നത്. സാധാരണ നമ്മളിങ്ങനെയല്ലല്ലോ കഴുകി വിരിക്കുന്നത്. ഈ ഒരു ടെക്നിക്കൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ആയിട്ടേ പാലിൻ്റെ ട്രേ വെച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ മിൽമ പാലിൻ്റെ ട്രേയിലാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ബ്ലൂ കളർ. ഇത് നോക്കേ, പല കളർ. ഇതെവിടെയായിട്ട് നോക്കേ, സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാളാണ്. കംപ്ലീറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടമാണ്, ഫ്ലാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. അതെവിടെ ഒരു ചായക്കട, അങ്ങോട്ട് കയറാനുള്ള വഴി. യെസ്, ടീ ചായ ഇരുന്ന് കുടിക്കാനുള്ള സംവിധാനമെല്ലാം ഉണ്ട്. ചെറിയ വൈൻ ഗ്ലാസ് പോലത്തെ ഗ്ലാസ്സാണ്. ഓക്കെ, വൈൻ കുടിക്കുന്ന ഗ്ലാസ് പോലെ തന്നെ ഉണ്ട്, കുഞ്ഞു ഗ്ലാസ്. അതിനകത്താണ് നമ്മുടെ ചായ. ഏലക്കൊക്കെ ഇട്ട നല്ല അടിപൊളി ചായ. ഇതോ അവിടെ ആയിട്ടേ ഒരു സെറോക്സ് കടയുടെ പേര്, ഫോട്ടോസ്റ്റാറ്റ് കടയുടെ പേര് ജംബോ സെറോക്സ്. ജംബോ സർക്കസ് എന്നൊക്കെ പറയുന്നത് പോലെ ജംബോ സെറോക്സ്. ഇതെവിടെയൊക്കെ ആയിട്ട് പബ്ലിക് ടോയ്ലറ്റ് എല്ലാം ഉണ്ട്, ഫ്രീ ആണ്, പേ ആൻഡ് യൂസ് അല്ല. ഇതെവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷട്ടറുകളിൽ ചെറിയ ചെറിയ കടകൾ. ഇത് കൂടുതലും കഫേയാണ്. കഫേ എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് കഫേ, അതേപോലെ ഫോട്ടോസ്റ്റാറ്റ് അതേപോലത്തെ കടകളാണ്. ഇതെവിടെയായിട്ട് നോക്കേ, MIT. ഈ വണ്ടി എവിടെയും കാണാനില്ല. നമ്മൾ ചെന്നൈയിൽ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു, മുമ്പ് ഡ്രൈവിംഗ് സ്കൂളിലെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെയും കാണാനില്ല. എന്നാലും കൊള്ളാം. ഇവിടെ കൂടുതലായിട്ടും സെറോക്സ് കടകളാണ്, കണ്ടില്ലേ, ജംബോ സെറോക്സ്. നമ്മൾ നേരത്തെ വായിച്ചത് JAMBO ആയിരുന്നു, ഇത് JUMBO, ജംബോ സെറോക്സ്. ഫോട്ടോസ്റ്റാറ്റിന് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടോ എന്താണെന്നറിയാമല്ലോ. ഇത് അവിടെ എല്ലാം ഉണ്ട്, ജംബോ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടില്ലേ. ഇവിടെ ആയിട്ടൊരു ചെറിയൊരു അമ്പലം, ഒരു രസമുണ്ട്. ഒരുപാട് പൂജകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, മാലകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് പൂമാലകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചെറിയൊരു അമ്പലം. രണ്ട് പെറ്റുകളുണ്ട്, ബോഞ്ചോ എന്നാണ് പേര്. ബോഞ്ചോ നോക്കുന്നത്. ഇതിനെ കെട്ടിയിട്ടൊന്നുമില്ല, വെറുതെ നിർത്തിയിരിക്കുവാണ്. ജലസ്. ഓ, ക്യൂട്ടായിട്ടുണ്ട് അതിനെ കാണാൻ. ബാക്കിലോട്ട് നിൽക്കാം. അങ്ങനെ ഞാൻ വീണ്ടും റൂമിലേക്ക് വന്നിരിക്കുവാണ്. റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോഴേ ഇവിടെ നിന്ന് ഉണങ്ങാനിട്ടിരുന്നേക്ക് ഉണങ്ങി. അപ്പോഴെന്തായാലും 12 മണി നോക്കിയിരുന്നെന്ന് വിചാരിക്കരുത്. ഞാനിവിടെ വന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ സമയം കുറച്ചങ്ങ് പോയി. അല്ലാതെ റൂം എടുത്ത പൈസ മുതലാക്കാൻ വേണ്ടി 12 മണി വരെ വെക്കേറ്റിംഗ് സമയം വരെ നോക്കിയിരുന്നെന്ന് വിചാരിക്കരുത്. അപ്പോഴെന്തായാലും നമുക്കേ ഇതെല്ലാം ബാഗിൽ കയറ്റിയിട്ട് ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മുംബൈയിലോട്ട് പോകാനാണ്. ഇവിടെ നിന്ന് ഏകദേശം 150 കിലോമീറ്ററോളം അതിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് മുംബൈയിലോട്ട്. അപ്പോഴെന്തായാലും മുംബൈയിലോട്ട് പോകാനാണ് എൻ്റെ ഉദ്ദേശം. പൂനെയിൽ ഇനിയും കുറച്ചധികം സ്ഥലങ്ങൾ കറങ്ങി കാണാനൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ മനസ്സിലിങ്ങനെ മുംബൈയിലോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോഴെന്തായാലും മുംബൈയിലോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. പോകുന്ന വഴിക്കായിട്ട് കണ്ടാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആദിക്ക കണ്ടാല, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അതിലെ കണ്ടാല എന്ന് പറഞ്ഞൊരു ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആ പാട്ടിൽ ഈ സ്ഥലമാണോ ഉദ്ദേശിക്കുന്നത് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് കണ്ടാല എന്ന് പറഞ്ഞ സ്ഥലം വഴി മുംബൈയിലോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാഗെല്ലാം എടുത്തിട്ട് റൂം വെക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ റൂമെല്ലാം വെക്കേറ്റ് ആയിട്ട് വന്നു. ഇനി ഇവിടെ നിന്ന് സ്വർഗേറ്റിലേക്ക് പോകണം. സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അവിടെ നിന്ന് കണ്ടാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ കണ്ടാലയിലെ ക്ലൈമറ്റ് നോക്കിയപ്പോഴും മഴയായിട്ടാണ് കാണിക്കുന്നത്. നോക്കട്ടെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. അതുവഴി മുംബൈയിലോട്ട് പോകാം. അതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും നമുക്ക് സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. എന്നിട്ട് അവിടെ നിന്ന് കണ്ടാലയിലേക്ക് പോകാം. കണ്ടാല വഴി മുംബൈയിലേക്കും പോകാം. ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയപ്പോൾ കുടവണ്ടി, കുടകൾ വിൽക്കുന്ന വണ്ടി, പലതരം ബ്രാൻഡുകളുണ്ട്. പേൾ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്, നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡൊക്കെയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ കണ്ടില്ലേ, ഫുട്പാത്തിലെല്ലാം കച്ചവടങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒരു സബ്വേയുടെ അടി കൂടെ നടന്നു വരുവാണ്. ഈ സബ്വേ കയറുന്നിടത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് അറിഞ്ഞത്, സ്വർഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. യെസ്, ഈ സബ്വേ അത്ര വൃത്തിയുള്ള സബ്വേ അല്ല. സൈഡിലൊക്കെ ആയിട്ട് ഇതാ നോക്കേ,
തുപ്പി വെച്ചിരിക്കുകയാണ്, മുറുക്കാനെല്ലാം തുപ്പി വെച്ചിരിക്കുകയാണ്. യൂറിൻ്റെയൊക്കെ സ്മെല്ലും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് റോഡിലെത്തിയിരിക്കുകയാണ്. സബ്വേയിലോട്ട് കയറുന്നത് കാണിച്ചില്ലല്ലേ? അത് കാണുന്നില്ല. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. സ്വർഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പ്. ബസ് വരട്ടെ, ബസ്സിൽ കയറി പോവാം. അങ്ങനെ പെട്ടെന്നൊരു ബസ് വന്നു, ചാടി കയറി. സ്വർഗേറ്റിലേക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നല്ല തിരക്കുണ്ട് ബസ്സിൽ. അങ്ങനെ നമ്മൾ സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് കണ്ടാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള ബസ് നോക്കാം. മുംബൈയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കണ്ടാല. ഇവിടെ നിന്ന് 70 കിലോമീറ്ററോളം ഉണ്ട് കണ്ടാലയിലേക്ക്. ഏകദേശം 1.5-2 മണിക്കൂറത്തെ യാത്രയുണ്ടെന്നാണ് അറിഞ്ഞത്. ബസ്സൊക്കെ നോക്കി കംപ്ലീറ്റ് പൊടിയാണ്, കണ്ടില്ലേ? കഴുകലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. സത്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടത്, ഞാൻ ഇത്രയും നാളും യാത്ര ചെയ്ത അനുഭവം വെച്ച് പറയുവാണ്. ഒരുപാട് സ്റ്റേറ്റിലൊന്നും യാത്ര ചെയ്തിട്ടില്ല. കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇപ്പം മഹാരാഷ്ട്ര, ഇത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിൽ എനിക്ക് കർണാടകയുടെ ബസ്സും ഇഷ്ടപ്പെട്ടു, നമ്മുടെ കേരളത്തിൻ്റെ ബസ്സും ഇഷ്ടപ്പെട്ടു. തമിഴ്നാടിൻ്റെ ബസ്സും ഇപ്പോഴത്തെ പുതിയ ബസ്സൊക്കെ ഓക്കെയാണ്. പഴയ ബസ്സുകളൊക്കെ കുറച്ച് മോശമാണ്. ഇവിടത്തെയൊക്കെ ബസ്സുകളെ, ലോക്കൽ ബസ്സുകളൊക്കെ വലിയ ശോകമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വലിയ വലിയ ബസ്സുകളായിരിക്കാം ലോങ് പോകുന്നതെന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും. ഇവിടേക്കായിട്ട് കുറച്ചധികം ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതായത് MSRTCയുടെ ബസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് MSRTC എന്ന് എഴുതിയിട്ടുണ്ട്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അങ്ങനെ എന്തായാലും ഒരു ലോക്കൽ വൈബ് ബസ്സാണ് ഞാൻ നോക്കുന്നത്. ഈ ടൈപ്പ് ബസ്സിൽ പോകണമെന്ന് അത്ര താല്പര്യമില്ല. ഒരു ലോക്കൽ വൈബിൽ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏകദേശം ഇതേപോലത്തെ ഒരു ബസ്, അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. കണ്ടാല എന്ന് പറയുമ്പോൾ എന്താ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പുല്ല്, ഇങ്ങനത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഹിൽ സ്റ്റേഷനിൽ കൂടെയുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങോട്ടുള്ള വണ്ടി കിട്ടണ്ടേ? യെസ്, അങ്ങനെ നമ്മൾ കണ്ടാല ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്. ഗിയർ ബോക്സൊക്കെ കണ്ടില്ലേ, പൊളിച്ചടുക്കി വെച്ചിരിക്കുവാണ്. എന്തായാലും ഫ്രണ്ട് സീറ്റ് വ്യൂ കൊള്ളാം. പൊടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ ബസ് താസ്ഗാവ്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. എനിക്ക് ബസ്സിൽ കയറി ഇരുന്നപ്പോഴേ തോന്നി ബസ് ഡ്രൈവറോട് കണ്ടാല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടൊന്ന് ചോദിക്കണമെന്ന്. കണ്ടാലയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചിട്ട് ചോദിച്ചു നോക്കി, ഇത് ഈ സ്ഥലത്ത് പോകുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അവിടെ പോകുന്നതല്ല, ഇത് വേറെ കണ്ടാലയാണെന്ന്. എന്തായാലും ചോദിച്ചത് കാര്യമായി. കണ്ടാലയിലേക്ക് പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, മുംബൈയിലേക്ക് പോകുന്ന ബസ്സുകൾ. എന്തായാലും നോക്കാം. സത്യം പറയില്ല, ദേഷ്യം വരുന്നു. ഇവിടെയും കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഇവിടെയും എന്തൊക്കെയാണ് പറയുന്നത്, ഈ ബസ് പോകത്തില്ല, ആ ബസ് പോവും, ആ ബസ് പോകത്തില്ല, മറ്റേ ബസ് പോവും. വലയുക സത്യം പറഞ്ഞാൽ. എല്ലാവരും പറയുന്നത് മറാത്തിയും പിന്നെ ഏക് ദോ തീനും ഒക്കെയാണ് പറയുന്നത്. ഒരു സ്കൂളിലൊന്നും 1 2 3 ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ, ABCD ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? സത്യത്തിൽ എനിക്ക് ഒരുപാട് വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞ ബസ്. നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു ബസ്സിലുള്ള യാത്രയാണ്. ഞാൻ ഇങ്ങോട്ട് ഇതേപോലത്തെ ബസ്സിലാണ് വന്നത്. ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ പൂനെയിലേക്ക് നല്ല രസം ഇങ്ങനത്തെ ഒരു പഴയ ബസ്സിനകത്തിരുന്ന് യാത്ര ചെയ്യാൻ. അങ്ങനെ ഞാൻ 3ാമത്തെ തവണ വീണ്ടും ബസ് സ്റ്റാൻഡിനകത്തോട്ട് കറങ്ങി വന്നിരിക്കുവാണ്. ധോനേവാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതും മുംബൈയിലോട്ട് പോകുന്ന ബസ്സും കണ്ടാല എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുവാണ്, കണ്ടാല ഇനി ഞാൻ കാണുന്നില്ല. കണ്ടാല കാണണ്ട. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയേ മുംബൈക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. ഏതെങ്കിലും ഒരു ബസ് വരട്ടെ, അതിൻ്റെ ഫ്രണ്ട് സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറി നമുക്ക് മുംബൈയിലേക്ക് പോകാം. ഇവിടെ നിന്ന് 150 കിലോമീറ്റർ ഉണ്ട് മുംബൈയിലേക്കുള്ള ദൂരം. മുൻപേ അല്ല, മുംബൈ. അപ്പം മുംബൈയിലേക്ക് പോകാം. അത് തന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിലേ അത് കണ്ടുകൊണ്ട് പോവാം. ഏതെങ്കിലും ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള എൻ്റെ ഒരു പോളിസി അത് മതിയായിരുന്നു. കുറച്ച് ആൾക്കാർ വീഡിയോയിൽ കമൻറ്റ് ചെയ്തു പോകുന്നതിന് യാത്രയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യം വേണമെന്ന്. അതാണ് ഞാൻ മുംബൈയിലോട്ടൊരു ലക്ഷ്യം ഇട്ടത്. മുംബൈയിലെ സ്ഥലത്തിന് പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? കണ്ടാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ലക്ഷ്യം ഇട്ടത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ വലഞ്ഞത്. ഏതെങ്കിലും ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്നായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോയേനെ. ഇപ്പം സമയം എന്താ? 2:20. പൂനെ ബസ് സ്റ്റാൻഡും പരിസരമായിട്ട് കിടന്ന് കറങ്ങുക കുറേ നേരമുണ്ട്. അങ്ങനെ ഞാൻ സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊന്നും കുറച്ചിങ്ങോട്ട് മാറി വന്നിരിക്കുവാണ്. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. അതിനടുത്തായിട്ട് ബണ്ണും ബജ്ജിയും അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാങ്ങി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ബ്രെഡ് ഓംപ്ലേറ്റ് ഓർഡർ ചെയ്തിരിക്കുവാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലാണ്. പേരെന്തൊന്നും അറിയാൻ വയ്യ. നോക്കാം, പുറത്തോട്ടിറങ്ങിയിട്ടെ. അങ്ങനെ ബ്രെഡ് ഓംപ്ലേറ്റ് വന്നിട്ടുണ്ട്. ഡബിൾ ഓംപ്ലേറ്റ് ആണ്. ബ്രെഡും ഓംപ്ലേറ്റും സെപ്പറേറ്റ് ആണല്ലോ വെച്ചിരിക്കുന്നത്. കൊള്ളാം എന്നങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല. ഓംപ്ലേറ്റും ബ്രെഡും എല്ലാം എല്ലാവരും കഴിച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചിരിക്കുവാണ്. 60 രൂപ. ഇനിയിപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മുംബൈയിലേക്ക് പോകാം. ഇവിടെ നീ ഒരു പൂനെയിൽ നിന്ന് വൈകുന്നേരം 3:15 ട്രെയിനുണ്ട് ദാദാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. 1 മണിക്കൂർ സമയമുണ്ട് ആ ട്രെയിൻ കിട്ടാൻ.
ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6-6:30 സമയമാകുമ്പോൾ മുംബൈ എത്തും. നോക്കട്ടെ, ട്രെയിനിലോ ബസ്സിലോ എങ്ങനെയാലും നമുക്ക് പോവാം. എന്തായാലും ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്തായിട്ടുള്ളത്, അപ്പോൾ ബസ്സിൽ പോകാൻ ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത്. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോയി നോക്കാം. ഒരു ലോക്കൽ വൈബ് ബസ് കിട്ടിക്കഴിഞ്ഞാൽ ബസ്സിൽ കയറി പോവാം. യെസ്, റെഡ് സിഗ്നൽ ആയിരിക്കുവാണ്, വണ്ടികളെല്ലാം നിൽക്കുവാണ്. പിന്നെ ഈ ബസ് സ്റ്റാൻഡിലെ ആൾക്കാരൊക്കെ നമുക്ക് റിപ്ലൈ തരുന്നുണ്ട് ചോദിക്കുമ്പോഴേക്കേ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അവർ വായിക്കകത്ത് ഈ പാക്കും ഉണക്ക വാഴയിലയുടെ വലിപ്പത്തിൽ എന്തൊക്കെയോ വായിക്കകത്ത് കുത്തിക്കയറ്റി വെച്ച് ചവയ്ക്കുവാണ്. അതിനിടയിലൂടെയാണ് നമ്മുടെ അടുത്ത് കാര്യം പറയുകയും ചെയ്യുന്നത്. അപ്പോഴവരെയാണ് സമ്മതിക്കേണ്ടത്, ചോദിക്കുന്ന നമ്മളെ വേണം കുറ്റം പറയാൻ. വീണ്ടും ഞാൻ ബസ് സ്റ്റാൻഡിനകത്തോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ഒരു കൈവണ്ടിക്കകത്ത് എന്തോ ഒരു സംഗതി വെച്ചിരിക്കുന്നത്, എന്താ സംഭവം എന്നറിയാൻ പറ്റില്ലത്. ഇത് ബാൻഡിനകത്ത് കെട്ടുന്നതാണ്, ഡോലിനകത്തൊക്കെ കെട്ടുമല്ലോ, ആ ഒരു ഐറ്റമാണിത്. വലിഞ്ഞ് കെട്ടുന്ന സാധനം, വരിഞ്ഞ് കെട്ടുന്ന സാധനമാണിത്. ഇത് എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ദൈവമേ, ഇത് മുംബൈക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ അല്ല ആണോ? അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് ഇതാ ഒരു മുംബൈ ബസ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കയറാം. അങ്ങനെ വീണ്ടും ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്. ഇവിടെ ഒരു ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്കിലും നേരെ മുംബൈയിലോട്ട് തന്നെ പോയാൽ മതിയായിരുന്നു. മുംബൈയിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുംബൈ. അങ്ങനെ ഡ്രൈവർ കയറിയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 335 രൂപയാണ് സ്വർഗേറ്റിൽ നിന്നും മുംബൈ വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ്. വൈകുന്നേരം ഒരു 7-7:30 സമയമാവുമെന്നാണ് പറയുന്നത് എത്താൻ. ഇപ്പോഴേ 3 മണിയാവുന്നതേ ഉള്ളൂ. 7-7:30 ആവും. മതി, പയ്യെ എത്തിയാൽ മതി. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. അങ്ങനെ നമ്മുടെ ബസ് പൂനെയിലെ തിരക്കുകളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. വെയിൽ നമ്മുടെ ഭാഗത്തോട്ടാണ് അടിക്കുന്നത്, കണ്ടില്ലേ? എന്നാലും കുഴപ്പമില്ല, നല്ല കാഴ്ചകളൊക്കെ കണ്ടേ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാം. ഇവിടെ നിന്ന് മുംബൈയിലേക്ക് 150 കിലോമീറ്റർ ഉള്ളെങ്കിലേ സമയം തോനെ എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം ബ്ലോക്കുണ്ട്, നല്ല ബ്ലോക്കാണ് വഴി. സത്താര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് ആ കാണുന്നത്. ഇവിടെ നിന്നാണ് തിരിയുന്നത് സത്താരയും മുംബൈയും. ലെഫ്റ്റിലേക്ക് സത്താരയും റൈറ്റിലേക്ക് മുംബൈയും. ഇപ്പോഴത്തെ തിരക്കൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ ഫ്ലാറ്റിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴൊരു ഫ്ലൈ ഓവറിന് അടിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു കയറ്റമാണ്. ഇത് എവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഫ്ലൈ ഓവറിന് മുകളിലായിട്ട്, മുംബൈ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ട്. നല്ല സൂപ്പർ റോഡ്. നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ. നല്ല അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നോക്കിയാൽ നല്ല വീതിയുള്ള റോഡാണ്. വണ്ടികളെല്ലാം നല്ല ഒഴുകി പോകുന്ന കണക്കാണ് ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ ട്രെയിനിൽ പോകുന്ന കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ കുലുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു യാത്രയാണ് ഈ ഒരു റോഡിലൂടെ ഉള്ളത്. ഇവിടെ സൈഡിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാറിന് 100 km/h സ്പീഡ് അനുവദിച്ചിട്ടുണ്ട്. ഇതാ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാൺ 120 km, പൻവേൽ 86 km. പൻവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സൗത്ത് സൈഡിലേക്കുള്ള ട്രെയിനുകളെല്ലാം കൂടുതലായിട്ട് വരുന്നത്. പൻവേൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പൻവേൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് 86 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ ഒരു റോഡിലൂടെ 2 വീലറിന് പ്രവേശനമില്ല. അതുകൊണ്ട് വേറെ തടസ്സങ്ങളോ ഒന്നുമില്ല. പോകുന്ന വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളിപ്പോഴും പോകുന്ന ഈ ബസ്സും അടിച്ചു വിട്ടാണ് പോകുന്നത്. ഇതാ കണ്ടില്ലേ, ലോറിയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. കാറൊക്കെ പറന്നു പോവുകയാണ്. സത്യത്തിൽ 2 വീലറുകളില്ലാത്തപ്പോൾ റോഡിൻ്റെ അവസ്ഥ നോക്കേ, ശാന്തം, സമാധാനം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ടോള് കാണാം. സത്യത്തിൽ ഇങ്ങനത്തെ റോഡുകൾക്കെല്ലാം നമ്മൾ ടോൾ കൊടുത്താലും ഒരു നഷ്ടവുമില്ല. നോക്കിയാൽ നല്ല അടിപൊളി റോഡാണ് പണിഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോളിനടുത്ത് എത്തിയിരിക്കുവാണ്. കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ആ വണ്ടിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. നമ്മുടെ ബസ് ഗവൺമെൻറ് ബസ് ആയതുകൊണ്ട് വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ വണ്ടികൾ അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതെവിടെയായിട്ടൊരു വാഗനർ ടാക്സി നോക്കേ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാഷ് ബാക്ക് വണ്ടികൾ ഇവിടെ ടാക്സി ഇഷ്ടം പോലെ ഉണ്ട്. മുംബൈ പൂനെ ആ പരിസരത്തെല്ലാവേ കൂടുതലായിട്ടും ഉണ്ട്. കാര്യം ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇങ്ങനത്തെ കുഞ്ഞു വണ്ടികൾ ഉപകരിക്കും. അങ്ങനെ നമ്മുടെ ബസ് ആ ടോള് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ടോള് കാണാം. അങ്ങനെ ഈ കാണുന്ന ടോളിനടുത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്കായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു മുംബൈ 122 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ടോളിനടുത്ത് എത്തിയിരിക്കുവാണ്. ചെറിയൊരു ഹമ്പുണ്ട്. വലിയ ചാട്ടം ചാടിയില്ല. ഞാൻ വിചാരിച്ച വണ്ടി ഭയങ്കരമായിട്ട് കുലുങ്ങുമെന്ന്. അങ്ങനെ എന്തായാലും നമ്മൾ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. 2 സൈഡിലായിട്ടും ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലായിട്ടും വലിയ വലിയ മലനിരകളുണ്ട്. എന്തായാലും അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു രസമുണ്ട്. അങ്ങനെ നമ്മൾ അതിവിശാലമായ റോഡിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ, അതിവിശാലമായ റോഡ് മാത്രമല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. 800 മീറ്ററിനകത്ത് ഒരു ടണലുണ്ട്. അപ്പോൾ ആ ടണൽ ലക്ഷ്യമിട്ട് പോവുകയാണ്. നമുക്കിതുവഴി യാത്ര ചെയ്യുമ്പോൾ ദൂരെയായിട്ട് കാണാം ആ ടണലിൻ്റെ ആ ഒരു എൻട്രൻസ്.
അപ്പോൾ ആ ടണലിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ടണൽ ലക്ഷ്യമിട്ട് പോകുമ്പോഴും നോക്കേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ദൂരെയായിട്ടൊരു വലിയ മതിൽ കെട്ടിയതുപോലെ ഉണ്ട്, വലിയ പച്ച കളറിലൊരു മതിൽ കെട്ടിയതുപോലെ ഉണ്ട്, വലിയ വലിയ മലനിരകൾ. വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ടണലിൻ്റെ ആ ഒരു ആർച്ച്, 2 വലിയ ആർച്ച് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴിതാ നമ്മൾ കുറച്ച് ദൂരം വെളിച്ചത്തൂടെ യാത്ര ചെയ്ത് വന്നിട്ട് ഇരുട്ടിലേക്ക് കയറിയിരിക്കുവാണ്. ടണലിനകത്തായിട്ട് ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളരെ കുറച്ച് ദൂരം ഇരുട്ടത്ത് യാത്ര ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും വെളിച്ചത്തിലേക്ക് കയറിയിരിക്കുവാണ്. നമ്മളങ്ങനെ ടണലിന് പുറത്തോട്ടിറങ്ങുമ്പോഴും ദൂരെയായിട്ടൊരു വലിയ മതിൽ പോലെ ഒരു മല കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ അടുത്ത ടണലായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 500 മീറ്ററും കൂടെ ഉണ്ട് ആ ടണലിൽ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത്ര ദൂരത്തിനകത്ത് വെച്ച് ടണലുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടണലിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും കുറച്ച് റൂൾസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ടണലിനകത്ത് വണ്ടി നിർത്താൻ പാടില്ല, ഓവർടേക്കിംഗ് പാടില്ല, ഹെഡ്ലൈറ്റ് ഇട്ട് വേണം പോകാൻ, അങ്ങനത്തെ കുറച്ച് റൂൾസ് എല്ലാം ഉണ്ട്. അതിപ്പോഴും നമ്മൾ നേരത്തെ കയറിയ ടണലിന് മുന്നേ ആയിട്ടും അങ്ങനത്തെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്തായാലും നമ്മൾ നേരത്തെ കയറിയതുപോലത്തെ ചെറിയ ടണലല്ല ഇത് കുറച്ച് നീളം കൂടിയതാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ ഈ വീഡിയോ നിർത്തുന്നില്ല. ഈ ടണലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നമുക്ക് നോക്കാം എത്ര നേരം എടുക്കുമെന്നേ. ഇതാ നമ്മൾ ടണലിനകത്തോട്ട് കയറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കേ, വരിയായിട്ട് ലൈറ്റുകൾ. അത് നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് ടണലിനകത്തൂടെ പോകുമ്പോഴേ. അത് നല്ല ഭംഗിയുണ്ട്. വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് പോകുന്നത്. ടണലിനകത്ത് സ്ലോ ആയിട്ടൊന്നും അല്ല പോകുന്നത്, നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മുടെ ബസ്സും ഏകദേശം ഒരു 60 km/h സ്പീഡിലായിരിക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ചെവി ഒന്ന് അടയുന്നുണ്ട്, ചെവി ചെറുതായിട്ടൊന്ന് അടയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ടണലിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. വലിയൊരു പാറ, വലിയൊരു മല തുറന്നിട്ടാണ് ഈ ടണൽ പോകുന്നത്. ഈ ടണലൊരു വളവുമുണ്ട്. സാധാരണ ടണലെല്ലാം നേരെ ആയിരിക്കും, സ്ട്രെയിറ്റ് റോഡായിരിക്കും. പക്ഷേ ഇത് ഒരു വളവാണ്. അങ്ങനെ നമ്മുടെ ടണലിന് പുറത്തോട്ടിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 1 മിനിറ്റോളം യാത്ര ചെയ്തു നമ്മൾ ഈ ടണലിനകത്തൂടെ. നല്ല നീളമുള്ളൊരു ടണലായിരുന്നു. അങ്ങനെ നമ്മൾ ടണലിനകത്തൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ പുറത്തോട്ടിറങ്ങാൻ വേണ്ടി പോവുകയാണ്, വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഏകദേശം നമ്മൾ 1 മിനിറ്റോളം യാത്ര ചെയ്തു ടണലിനകത്തൂടെ. 1 മിനിറ്റ് എന്ന് പറയുന്നത് വലിയൊരു സമയമാണ്. അതും ഒരു ടണലിനകത്തൂടെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോഴേ 1 മിനിറ്റ് ഒരു വലിയൊരു സമയം തന്നെയാണ്. അങ്ങനെ നമ്മൾ പുറത്തെ റോഡിലൂടെ, സ്ട്രെയിറ്റ് റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടണലെല്ലാം ക്രോസ് ചെയ്ത് പുറത്തോട്ട് വരുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തായിട്ടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വലിയ വലിയ മലനിരകളും. നമ്മൾ നേരത്തെ കണ്ടപ്പോഴും മലനിരകൾ കുറച്ച് ദൂരെയായിരുന്നു, ഇപ്പോഴും കുറച്ച് അടുത്തായിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സൈഡിലായിട്ട് വലിയ വലിയ മലനിരകളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിലായിട്ട് ഒരുപാട് ദൂരെയായിട്ട് അതിവിശാലമായിട്ടുള്ള സ്ഥലം, അതും നല്ല പച്ച കളറിൽ കാണാം. ആ ഒരു പച്ച കളറിന് എൻഡിലായിട്ടും വലിയ വലിയ മലനിരകളും കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ. കുറേ ദൂരെയായിട്ടുണ്ട്, ഒരുപാട് ദൂരെയായിട്ട് ഇങ്ങനെ പച്ചപ്പും ഹരിതാപവും എല്ലാം കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. വലിയ വലിയ വയൽ പ്രദേശങ്ങളെല്ലാം കാണാം. അതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത്, അതിൻ്റെയൊക്കെ ഒരു എൻഡിലായിട്ട് കുറച്ചധികം വീടുകളും എല്ലാം കാണാം. ഈ ഒരു കൃഷിപ്പാടത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരും പിന്നെ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ ആയിരിക്കാം ആ ദൂരെയായിട്ടെല്ലാം കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ടണലിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ആ താഴെയായിട്ട് കാണുന്നത് പുതിയൊരു ടണലിൻ്റെ വർക്കാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ റോഡ് 2ആയിട്ട് തിരിയുന്നുണ്ട്. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ഖണ്ടാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡാണ് ഖണ്ടാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡ്. ഖണ്ടാല, ലോനാവാല എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോഴങ്ങോട്ടൊക്കെയുള്ള റോഡാണ് ആ പോകുന്നത്. ഇപ്പോഴും നമ്മളൊരു ഫ്ലൈ ഓവർ കയറിയിട്ടുണ്ട്. എന്തായാലും റോഡിൻ്റെ എല്ലാം വർക്ക് ഒരു രക്ഷയില്ല, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതും വലിയ വലിയ കുന്നും മലയും അങ്ങനത്തെയൊക്കെ സ്ഥലമാണ്. അപ്പോഴതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലത്തെ വലിയ റോഡ്, നല്ല വീതിയുള്ള എക്സ്പ്രസ് ഹൈവേ പണിയാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു ടണലിലേക്ക് കയറിയിരിക്കുവാണ്. ഒരുപാട് ടണലുകളുണ്ട് നമ്മൾ പോകുന്ന റൂട്ടിലായിട്ട്. ഇതും ഒരു വളഞ്ഞ ടണലാണ്. ഇതാ കണ്ടില്ലേ, ഒരു വളവാണ്. എന്തായാലും കൊള്ളാം ഈ വളഞ്ഞ ടണലേ. അതിൽ കൂടെ യാത്ര ചെയ്യാൻ ഒരു രസമുണ്ട്. ഇത് വലിയൊരു വളവാണല്ലോ. നമ്മൾ ഈ ടണലിനകത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഈ ടണലിൻ്റെ എൻഡ് ഭാഗം കാണുമല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വെട്ടം അടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മൾ ടണൽ പാസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് വളവുകളും തിരിവുകളും ഉള്ള റോഡിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വളവുകളും തിരിവുകളും കഴിയുമ്പോൾ വീണ്ടും അടുത്ത ടണലിലേക്ക് കയറിയിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ടണലുകളുണ്ടെന്ന്. ഈ ടണലിനകത്തായിട്ട് ലൈറ്റൊന്നുമില്ല. നീളം കുറഞ്ഞ ടണലായതുകൊണ്ടായിരിക്കാം ലൈറ്റ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ചിലപ്പം ലൈറ്റിൻ്റെ വർക്ക് ഇനി നടക്കുന്നതേ ഉള്ളായിരിക്കാം. എന്തായാലും നമ്മളിപ്പോൾ കയറിയ ടണലിൽ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ടണലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. റോഡെല്ലാം നനഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടണലെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നല്ല വീതിയുള്ള റോഡിലൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല വീതിയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെയുള്ള യാത്ര അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം നല്ല വ്യൂ പോയിൻ്റാണ്. ചില വളവുകളുണ്ട്, അതിന് സൈഡിലൊക്കെ ആയിട്ട് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക അനുഭവമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ മുംബൈ ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്.
ഇതാ കണ്ടില്ലേ, റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അവിടെ നമുക്ക് മുംബൈ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ആ റോഡ് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു ഫ്ലൈ ഓവർ കാണാം. നല്ലൊരു ബ്രിഡ്ജാണത്. നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെയാണ്, ആ ഒരു റോഡിൻ്റെ താഴെ കൂടെയാണ്. ഇതൊരു ടണലെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതിന് മുകളിലൂടെ പോകുന്നത് റോഡാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടണലിന് ഒരു റൗണ്ട് ഷേപ്പ് അല്ല, ഒരു സ്ക്വയർ ഷേപ്പാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ടണലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഒരുപാട് ദൂരെയായിട്ട് വലിയ വലിയ മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട്. ദൂരെയായിട്ടൊരു തടാകം കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. ഈ ഒരു സ്ഥലത്തൂടെയുള്ള യാത്ര ഒരു നല്ലൊരു ഫീലുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്ത് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയുവാണ്. ഈ റോഡ് നേരെ പോകുന്നത് ബസ് ടെർമിനൽ, ട്രക്ക് ടെർമിനൽ അങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വണ്ടി ഹാൾട്ടിംഗ് ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ സ്നാക്സ് അങ്ങനത്തെ സംഗതികളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബസ്സിൽ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കുറച്ചധികം ബസ്സുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ബസ് മാത്രമല്ല, കാറുകളുണ്ട്, അങ്ങനെ എല്ലാത്തരം വണ്ടികളുമുണ്ട്. അങ്ങനെ നമ്മുടെ ബസ്സും പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നോക്കുവാണ്. ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിവേഴ്സ് എടുത്ത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാലാപൂർ ടോൾ ഗേറ്റ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളു ടോൾ ഗേറ്റിലേക്ക്. ഇവിടെ നിന്ന് മുംബൈയിലേക്ക് 65 കിലോമീറ്റർ ഉണ്ട്. നിഷിഗർ ഫുഡ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മാക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ വേറെയും ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. ബസ്സുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കും എന്തെങ്കിലും കഴിക്കാം. നേരത്തെ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചതേ ഉള്ളൂ. അതേപോലെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. ഇവിടെ നമ്മൾ വിചാരിച്ചതിലും കാട്ടി വലിയൊരു സ്റ്റാളാണ്, ഫുഡ് സ്റ്റാളേ. ഹോം മെയ്ഡ് ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അലുവയുണ്ട്, കപ്പലണ്ടി മിഠായി എല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, അലുവ 160 രൂപയാണ്, 250 ഗ്രാം. അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ഇതെവിടെയായിട്ട് പാവ് ബജ്ജി എല്ലാം ഉണ്ട്. പാവ് ബജ്ജി, തവ പുലാവ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെവിടെയായിട്ട് വെജ് ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു വെജ് സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. വെജ് ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസിനെല്ലാം 70 രൂപ. ഇതെവിടെയായിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമെല്ലാം ഉണ്ട്. നമുക്കിത് കഴിക്കാം. ഞാൻ തന്നെ നോക്കൂ, എവിടെ നിന്ന് ഈ ഭയങ്കര കാറ്റടിക്കുന്നത്. ഞാൻ വിചാരിച്ച് എൻ്റെ നേരെ മുകളിൽ ഫാനായിരിക്കും. പക്ഷേ വലിയൊരു ഫാനാണ് കിടന്ന് കറങ്ങുന്നത്. നോക്കേ, നല്ല കാറ്റുണ്ട്. പ്ലേറ്റ് പറന്നു പോയി കാറ്റടിച്ച്, നശിച്ച ഫാനിൻ്റെ കാറ്റ്. കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറിയിട്ടുണ്ട്. നമുക്കും കയറാം. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലെന്നാണ് തോന്നുന്നത്. സ്റ്റാർട്ടർ ഇങ്ങനെ അങ്ങനെ സൗണ്ട് കേട്ടിട്ട് നിന്നു. നോക്കാം. ഓഹോ, സ്റ്റാർട്ടിങ് ട്രബിൾ. അങ്ങനെ നമ്മൾ വണ്ടി തള്ളാൻ ഒരു അവസരം കിട്ടിയിരിക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ. വണ്ടി തള്ളാം. റെഡി? ഒരു കൈ കൊണ്ട് തള്ളാൻ പോവാണ്. യെസ് 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 യെസ്. ഓ, ചെളി 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 ചെളി. യെസ്, വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. വണ്ടി എല്ലാരെയും ഒന്ന് പേടിപ്പിച്ച്. യെസ്, അങ്ങനെ വണ്ടി നമ്മൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. വണ്ടി എല്ലാരെയും ഒന്ന് പേടിപ്പിച്ചു, പക്ഷേ ഭാഗ്യം സ്റ്റാർട്ടായി. വണ്ടി പറക്കുന്നു. വണ്ടി വീണ്ടും സ്റ്റാർട്ടായപ്പോഴത്തേക്കും. ഇനി ഇവിടെ നിന്ന് മുംബൈയിലേക്ക് 65 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും എല്ലാം തുടങ്ങുന്നത് കാണാം. ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നത് പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഇനി അങ്ങോട്ട് പോകുന്നത് ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും എല്ലാം ഉള്ള സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് നവി മുംബൈ. അങ്ങനെ നമ്മൾ നവി മുംബൈയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും എല്ലാം നമ്മൾ പോകുന്ന വഴിക്കായിട്ട് കാണാം. റോഡിൽ തിരക്ക് കൂടി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ വന്നപ്പോഴേ ശാന്തമായിട്ടുള്ള റോഡായിരുന്നു, പക്ഷേ ഇപ്പോഴും വണ്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നവി മുംബൈയിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ഇതാ ഒരു ടോൾ എത്തിയിരിക്കുകയാണ്, ഒരു ടോൾ ഗേറ്റ് എത്തിയിരിക്കുകയാണ്. കുറച്ചധികം വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ബസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മുംബൈയുടെ ലോക്കൽ ബസ് നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും സമയം വൈകുന്നേരം 6:15 നേരം ഇരുട്ടി വരാൻ സമയമായിട്ടുണ്ട്, സൺസെറ്റിൻ്റെയൊക്കെ സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റിനകത്തൂടെ കടന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ടോൾ ഗേറ്റിൽ നിന്ന് ആ വണ്ടികളുടെ എല്ലാം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇവിടെ സൈഡിലായിട്ടൊരു ടാങ്കർ ലോറി പോകുന്നത് കാണാം. അങ്ങനെ അതിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിന് സമാന്തരമായിട്ട് ഒരു റെയിൽവേ ബ്രിഡ്ജ് പോകുന്നുണ്ട്. ആ ബ്രിഡ്ജിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. സബർബൻ ട്രെയിനാണ് ആ പോകുന്നത്. മുംബൈയിലും ചെന്നൈയിലും ഒക്കെ ധാരാളമായിട്ട് സബർബൻ ട്രെയിനുകളുണ്ട്. ലോക്കൽ ട്രെയിനാണത് ആ പോകുന്നത്. ഇപ്പോഴും നമ്മളൊരു മുംബൈയുടെ ലോക്കൽ ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഭംഗിയാണ് ബസ് കാണാൻ. വരയ്ക്കുന്നത് പോലെ ആയിരിക്കുന്ന അതിൻ്റെ ഒരു ബോഡി, ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ബസ് കാണാൻ. നമുക്ക് മുംബൈയിലെത്തിയിട്ട് ആ ബസ്സിലൊക്കെ കയറി ഒന്ന് യാത്ര ചെയ്യാം. ഇപ്പോഴും നമ്മൾ വലിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമാന്തരമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടെന്ന്. അതുപോലത്തെ വേറെയും ബ്രിഡ്ജുകൾ നമ്മൾ ഈ പോകുന്ന ബ്രിഡ്ജിന് സമാന്തരമായിട്ടുണ്ട്. അങ്ങനെ ആ ബ്രിഡ്ജെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് തിരക്കുള്ളൊരു റോഡിലോട്ട് കയറിയിരിക്കുവാണ്. കുറച്ചധികം വണ്ടികൾ ബ്ലോക്കിൽ കിടക്കുന്നത് കാണാം. ഭയങ്കര ട്രാഫിക് ജാം എന്ന് പറയാൻ പറ്റില്ല, വണ്ടി മൂവ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇങ്ങനെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ടൊരു ചേരി പ്രദേശമാണ്. ചേരി പ്രദേശം കഴിഞ്ഞിട്ട് ദൂരെയായിട്ട് വലിയ വലിയ ഫ്ലാറ്റുകളും കാണാം. അങ്ങനെ ആ ചേരി പ്രദേശം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ബസ് ഒരു ഫ്ലൈ ഓവറിലോട്ടാണ് കയറുന്നത്. ഫ്ലൈ ഓവറിന് മുകളിലൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരെയായിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് യാത്ര ചെയ്യാൻ ഒരു രസമുണ്ട്. നമ്മളിപ്പോൾ മുംബൈ എത്താറായിട്ടുണ്ട്. പ്രോപ്പറായിട്ട് മുംബൈ എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ മുംബൈയിലേക്ക്. മുംബൈ എത്താറാകുമ്പോൾ ഇവിടെ എല്ലാമായിട്ട് വലിയ വലിയ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട്. ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. കാര്യം എങ്ങോട്ട് തിരിഞ്ഞാലും അത് തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് റോഡ് നേരെ പോകുമ്പോൾ അങ്ങ് എൻഡിലായിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എല്ലായിടത്തും അത് തന്നെയാണ് ഉള്ളതെന്ന്. അങ്ങനെ ഇഷ്ടം പോലെ വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും എല്ലാം ഉണ്ട്. ഇപ്പം സമയം ഇരുട്ടി വരുന്നുണ്ട്. റോഡിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരക്കുള്ള നഗരത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മുംബൈ എത്തും. യെസ്, അങ്ങനെ നമ്മുടെ ബസ് സെൻട്രൽ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറുവാണ്. മുംബൈ സെൻട്രൽ ബസ് സ്റ്റാൻഡ്. ദിസ് ഈസ് മുംബൈ സെൻട്രൽ ബസ് സ്റ്റാൻഡ്. ഓക്കെ, താങ്ക് യു. യുവർ നെയിം? ഗുലാബ് കൊലോട്കർ. ഓക്കെ, താങ്ക് യു. അങ്ങനെ എന്തായാലും ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് മുംബൈ സെൻട്രൽ ബസ് സ്റ്റാൻഡ്. ഇപ്പോഴെന്തായാലും നമുക്കിവിടെ പരിസരത്ത് എവിടെയെങ്കിലും റൂം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എനിക്ക് സെൻട്രൽ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ ഒരു റൂം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സിംഗിൾ റൂം. 1300 ചോദിച്ചത്, 1000 രൂപയ്ക്ക് ഫിക്സ് ചെയ്തിരിക്കുവാണ്. ഇതിലും കുറച്ച് ഒരു പക്ഷേ കിട്ടിപ്പോയാൽ പിന്നെ രാത്രി കിടന്ന് നടക്കാൻ വയ്യ. ഇന്നലെ ഞാൻ ഒരുപാട് അലഞ്ഞു, അതുകൊണ്ട് ആ ഒരു പാഠം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് നടന്നിട്ടും 1000 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു മുംബൈ വരെ വരുന്ന ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയിപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങട്ടെ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് ഇതിന്റെ ചെക്കൗട്ട് ടൈം. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നതാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത്രയും യാത്ര ചെയ്തു വന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.